ഹലോ ഗായ്സ്, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഇന്ന് നേരെ എണീറ്റ് ജിമ്മിൽ പോവാണ്. കാരണം ഇന്ന് ക്ലാസ്സസ് ഫസ്റ്റ് 2 പീരീഡ് ക്യാൻസൽ ആയതുകൊണ്ട് നേരെ 10:30 പോസ്റ്റിങ്സിന് കയറിയാൽ മതി. അപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് ഞാൻ തിരിച്ച് നടന്നു വന്നു. നല്ലൊരു ബ്രൈറ്റ് സണ്ണി ഡേ ആയിരുന്നു രാവിലെ തന്നെ. സാധാരണ ഞാൻ രാവിലെ അല്ല ജിമ്മിൽ പോകാറുള്ളത്, ക്ലാസ് കഴിഞ്ഞ് വൈകിട്ടാണ് ഞാൻ ജിമ്മിൽ പോവുക. പക്ഷെ ഇന്ന് സമയമുള്ളത് കൊണ്ടാണ് രാവിലെ പോയത്. അപ്പോൾ ജിമ്മിൽ കഴിഞ്ഞൊക്കെ വന്നതിനുണ്ട് ഞാൻ പിന്നെ കുളിച്ച് കുറച്ച് സമയം എടുത്തു പോയി. പക്ഷെ അപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഒന്ന് ലേറ്റ് ആയില്ല, ബട്ട് സമയം കുറച്ച് കുറവാണ്. അപ്പോൾ സ്പീഡിൽ പോകണം. ഞാൻ ഒരു പൊമഗ്രനേറ്റ് സ്മൂത്തി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് അതേ കഴിച്ചിട്ടുള്ളൂ. അത് കഴിച്ച് നേരെ കുളിച്ചതുകൊണ്ട് ഹെയർ ഡ്രൈ ഒക്കെ ചെയ്ത് നേരെ ക്ലാസ് പോകാൻ വേണ്ടി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ 10:30 ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് മെഡിസിൻ പോസ്റ്റിങ്സ് ആണ്. നമ്മളൊന്ന് അതിന് തൊട്ട് മുന്നേ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി പോകും. അപ്പോൾ ക്യാൻറ്റീനിൽ സമയം ഉണ്ടെങ്കിൽ പോകാറുള്ളൂ. അപ്പോൾ ഇന്ന് സമയം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഞാൻ ഒരു പുഴുങ്ങിയ മുട്ടയാണ് കഴിച്ചത്, ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആൻഡ് ദെൻ നേരെ നമ്മൾ ഹോസ്പിറ്റലിലോട്ടേക്ക് പോയി ഫ്രം കോളേജ്. അവിടെ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളിപ്പോൾ അധികം ഇരിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വാർഡുള്ള ദിവസം നമ്മൾ പോയി കേസ് എടുക്കും. പിന്നെ സീനിയേഴ്സിൻ്റെ കൂടെ കേസ് ഡിസ്കഷന് നമ്മളിരിക്കും. അങ്ങനെ കേസ് ഡിസ്കഷന് ഇരിക്കുകയും ചെയ്തിട്ട് ആ കേസിൻ്റെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയി ബെഡ് സൈഡ് ഡിസ്കഷൻ നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വി ഹാഡ് ലഞ്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി മെഡിസിൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ 2 hour കമ്മ്യൂണിറ്റി മെഡിസിൻ ഉണ്ടായിരുന്നു. ആൻഡ് അതൊരു 4:15 ആയപ്പോഴേക്കും പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. നേരെ തിരിച്ച് ഞാൻ എൻ്റെ PG ലോട്ടേക്ക് പോയി. ഇവിടെ എത്തിയപ്പം എനിക്ക് മാഗി കഴിക്കാൻ ഭയങ്കരമായിട്ട് തോന്നിയിട്ട് ഞാൻ മാഗി വന്നു. അങ്ങനെ മാഗി ഉണ്ടാക്കി. ഞാൻ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ആകെ ഫസ്റ്റ് സീസണേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നത്തെ സീസൺസ് ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ആ സെക്കൻഡ് സീസൺ മുതൽ ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് കാണാൻ പോവാണ്. കുറച്ച് മെഡിസിൻ ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പോസ്റ്റിങ്സ് അതായതിനെ കൊണ്ട് ഇന്നടുത്ത കേസിനെ കുറിച്ചൊക്കെ ഞാൻ കുറച്ച് പഠിച്ചു. അതിനുള്ള കൂടെ ഞാൻ ഫുഡും കഴിച്ചിരുന്നു കേട്ടോ. എൻ്റെ ഡിന്നർ കഴിച്ചു. ആൻഡ് ദെൻ കുറച്ച് കേസും കുറച്ച് ക്ലിനിക്കൽ എക്സാമിനേഷനും ഒക്കെ നോക്കി. ഇനി പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല, ഞാൻ ഉറങ്ങും. ഉറങ്ങുന്നതിന് മുന്നേ ഉറങ്ങുന്നതിന് മുന്നേന്നൊന്നുമില്ല, ഞാൻ ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു ശീലം കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബുക്സ് വായിക്കാം. അപ്പോൾ ബുക്സ് വായിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഉറങ്ങുന്നതിന് മുന്നേ അങ്ങനെയല്ല. ഈവൻ ഇപ്പം ക്ലാസ്സിൽ ഒരു ബ്രേക്കിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ കുറച്ച് നേരത്തെ പോസ്റ്റിംഗ് ഒക്കെ കഴിയുകയാണെങ്കിലൊക്കെ ഞാൻ ചിലപ്പോൾ ഈ ബുക്ക് എടുത്ത് വായിക്കും. കാരണം ആ സമയത്തൊക്കെയാണ് ഈ ഫോൺ ഞാൻ യൂസ് ചെയ്യുക. ഫോൺ ഇങ്ങനെ റീൽ സ്ക്രോൾ ചെയ്ത് ഇപ്പോൾ ഉറങ്ങാൻ കിടന്നാലും ഞാൻ ഫോണിൽ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്ത് അവസാനം ഉറക്കം പോവും ഈ റീൽസ് ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബുക്സ് വായിക്കുകയാണെങ്കിൽ നല്ല ഒരു കാര്യമാണല്ലോ, കാരണം ഉറക്കം വരും. പിന്നെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ആ ഒരു ബ്രെയിൻ റോട്ട് നമുക്ക് എസ്കേപ്പ് ചെയ്യുകയും ചെയ്യാം. വായിക്കുന്ന ഹൗസ് മെയ്ഡ് ഒരു ഇതേ തന്നെ, അതായത് ഈ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള ഇതേ ഓതറിൻ്റെ തന്നെ നെവർലൈ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പം ഞാൻ ആ നെവർലൈ വായിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ നെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത്. അപ്പം ഞാൻ ക്ലാസ്സിൽ ഒരുപാട് പേര് ഈ ബുക്ക് വായിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ബുക്കാണ്, ഇതുവരെ വായിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഒരു മൂവി ആക്കുന്നുണ്ട് തോന്നുന്നു. ഞാൻ അങ്ങനെ മൂവീൻ്റെ ഒരു ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നൈസ്. ഇപ്പോൾ ഈ ബുക്ക് വായിച്ചിട്ട് ഞാൻ പതുക്കെ കിടന്നു. ബൈ. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഐ നോ ദാറ്റ് 1.5 months ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഐ ആം നോട്ട് ബീങ് കൺസിസ്റ്റൻറ്റ്. കാരണം ഭയങ്കര പ്രത്യേകിച്ച് തിരക്കുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ എനിക്കറിയില്ല, ഞാൻ ഈ വീഡിയോ എടുക്കണം എന്ന് എല്ലാ ദിവസവും വിചാരിക്കും. പക്ഷെ എടുക്കാനുള്ള ഒരു ഇതെന്തോ തോന്നാത്തിരുന്നിട്ടാ തോന്നുന്നു. ബട്ട് എനിവേസ് I'll keep coming with new videos. Bye.